ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് വന്നേ. ഞാൻ കുറച്ച് നാളത്തേക്ക് ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പബ്ലിക്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഒതുങ്ങാനിങ്ങനെ തോന്നുന്നുണ്ട്. കുറച്ചായി വിചാരിക്കുന്നു. അതിന് കണക്കായി എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് രാത്രി തൊട്ട് അതിൻ്റെ അകത്ത് ചാർജ് കയറുന്നില്ല. എന്തോ മോയ്സ്ചർ കണ്ടൻറ്റ് ഫോറിൻ പാർട്ടിക്കിൾ എന്നെല്ലാം പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പബ്ലിക്കിൽ എടുക്കാൻ പോയി. അതിനുശേഷം വന്ന് മൊബൈൽ ഷോപ്പ് കാണിച്ച സമയത്ത് ഒരു കംപ്ലൈൻറ്റ് മാറുന്നില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു വയർലെസ് പവർ ബാങ്ക് എല്ലാം വാങ്ങി 2100 റുപ്യയിൽ ഇന്നലെ ചിലവായി. ഇതിന് 3000 കവറിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഫോണിൻ്റെ യൂസ് മാക്സിമം കുറക്കേണ്ടി വരും. അങ്ങനെ അമ്മ ഇന്നലെ ഒരു ബുക്ക് വായിക്കാൻ തന്നു. ഇത് 34 പേജം കാട്ടി ഇന്നലെ വായിച്ച്. എൻ്റെ എഴുത്തെല്ലാം കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് എഴുതാനെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ബുക്കെല്ലാം വായിച്ചാൽ എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. പക്ഷേ എൻ്റെ എഴുത്തുകളെല്ലാം ചെറിയ ചെറിയ എഴുത്തുകൾ. ഇതൊരു നോവൽ എഴുതാണെങ്കിൽ കുറേ കഷ്ടപ്പാടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ വയലിൻ്റെ സ്ട്രിങ്ങെല്ലാം മാറ്റി കൊണ്ടുവച്ചിട്ടുണ്ട്. വയലിൻ പഠിക്കാൻ പോകണം. ഡിപ്രഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയിൽ നോക്കുമ്പം ഞാനൊന്ന് ഡൗൺ ആകുന്നത് എനിക്കൊന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ്. എൻ്റേതായിട്ട് കുറച്ച് സമയം എനിക്ക് മാറ്റി വെക്കണം. അപ്പം ഞാൻ എല്ലാത്തിനും ബാക്ക് അടിച്ച് പോകണം. വീഡിയോസ് പബ്ലിക്കിൽ വീഡിയോസ് ഇടുന്നത് നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് ചിലപ്പം ഇടും. പക്ഷേ ചാറ്റിംഗ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഞാനൊന്ന് ഡൗൺ ആണ് ഇപ്പോൾ. പക്ഷേ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. കുറേ ആൾ എഴുത്തെല്ലാം കണ്ടിട്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും.